സൂപ്പർ സാറാണ്. മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാപ്റ്ററായ മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ്. ഈ ചാപ്റ്റർ ഇഷ്ടമാകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ ഫോർമുലാസ് ഒന്നും പഠിക്കാതെ കുറെ എന്തൊക്കെയോ ബുക്കിൽ അല്ലെങ്കിൽ പേപ്പറിൽ എഴുതാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ്. മറ്റുള്ള ചാപ്റ്റേഴ്സിനെ പോലെ അത്ര പ്രശ്നമില്ല, കൂടുതലും നമ്പേഴ്സ് വെച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ്. പക്ഷെ നമുക്ക് ഒരു കാര്യം ഓർക്കുക, നമ്മുടെ എൻട്രൻസിനെ എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ വളരെ കുറവാണ്. അല്ലാത്ത ക്വസ്റ്റ്യൻസുകൾ, വേരിയബിൾസുകൾ ഉൾപ്പെടുന്ന ക്വസ്റ്റ്യൻസുകൾ എപ്പോഴും കൂടുതലുണ്ടാവും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ചെറിയ ചെറിയ റിസൾട്ടുകൾ ഉൾപ്പെടുന്ന ക്വസ്റ്റ്യൻസും ഉണ്ടാവും. നിങ്ങൾ അപ്പോൾ ആ രീതി കൂടെ പഠിക്കണം. ഓക്കെ, പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. ക്ലാസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ട് മാത്സിനെയും മറ്റുള്ള സബ്ജക്റ്റിനെയും എഴുതി നമുക്ക് എൻട്രൻസിന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതി കൂടെ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ എല്ലാവരും വായിക്കുക. ഇഫ് എ ഈസ് എ സ്ക്വയർ മീറ്റേഴ്സ് ഓഫ് ഓർഡർ n. ഓക്കെ, അതൊക്കെ നമ്മൾ സാധാരണ കേട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഹോൾ റൈസ് ടു 9. അങ്ങനെയാണെങ്കിൽ n എന്ന് പറയുന്നതിന്റെ ഓർഡർ അറിയാമല്ലോ. ഓർഡർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലെ, സ്ക്വയർ മീറ്റേഴ്സിന്റെ ഓർഡർ 2/2, 3/3, 3 റോയും 3 കോളം, 4 റോയും 4 കോളം, 5 റോ, അങ്ങനത്തെ. ഓക്കെ, ഇവിടുത്തെ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടുത്തെ നിങ്ങൾക്ക് ഇപ്പൊ അറിയാൻ വയ്യാത്ത കാര്യം ഇവനാ, അത്രേ ഉള്ളൂ അല്ലെ. ഇവനെ അറിയാമെങ്കിൽ പ്രോബ്ലം ചെയ്യാമല്ലോ. ഓക്കെ, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടാണ് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റാത്തത്. ഇത് പഠിച്ചു കഴിയുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആയി. പക്ഷെ ഇത് മറന്നു പോവാതിരിക്കാൻ നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിന്റെ ആൻസർ ഇതാണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എടുത്ത് എഴുതാം. ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് എ ഓക്കെ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് എ ഹോൾ റൈസ് ടു 9. ഇതിന്റെ വാല്യൂ എല്ലാവരും ശ്രദ്ധിക്കുക. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഡിറ്റർമിനന്റ് എ ഹോൾ റൈസ് ടു n-1 സ്ക്വയർ എന്നാണ് കേട്ടോ. ഡിറ്റർമിനന്റ് ഹോൾ റൈസ് ടു n-1 സ്ക്വയർ എന്നാണ്. നമുക്ക് ഇവിടെ വേണ്ട ബ്രാക്കറ്റിന്റെ ആവശ്യമില്ല കേട്ടോ. ഡിറ്റർമിനന്റ് ഹോൾ റൈസ് ടു n-1 സ്ക്വയർ എന്നാണ് ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റയുടെ വാല്യൂ. എന്ന് പറഞ്ഞാൽ ഇയാളെ നമുക്ക് ഡിറ്റർമിനന്റ് എയുമായിട്ട് റിലേറ്റ് ചെയ്യാം എന്നാണ്. അപ്പൊ ഇതിന്റെ ആൻസർ ഇതാണ്. ഡിറ്റർമിനന്റ് ഹോൾ റൈസ് ടു n-1 സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഹോൾ റൈസ് ടു 9. റൈറ്റ് ഹാൻഡ് സൈഡ് അതേപോലെ നോക്കി എഴുതി. ഇപ്പൊ നോക്കിക്കാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഡിറ്റർമിനന്റ് എന്നാണ് അല്ലെ. ഡിറ്റർമിനന്റ് ഹോൾ റൈസ് ആണെങ്കിൽ പവേഴ്സ് തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് n-1 the whole square is equal to 9 or n-1 equal to root of 9. Okay, that is n-1 equal to plus or minus 3. നമുക്ക് -3 പോസിബിൾ അല്ല. therefore n-1 is equal to 3. മൈനസ് ഒരിക്കലും നമുക്ക് ഓർഡർ വരില്ലല്ലോ. therefore n-1 equal to 3. therefore n equal to 3 plus 1 4 കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളായിരുന്നു. നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു, കുട്ടി ക്വസ്റ്റ്യൻ ആയിരുന്നു, എൻട്രൻസിന്റെ അടിപൊളി ക്വസ്റ്റ്യൻ ആയിരുന്നല്ലോ അല്ലെ. നെക്സ്റ്റ്, ഈ ചോദ്യവും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊരു പഴയ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഇപ്പോഴും എക്സാമിന് സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ടൈപ്പ് ആണ്. ഓക്കെ, ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു വൈ നോട്ട് ഈക്വൽ ടു ഇസഡ്. ചിലപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും, ഇഫ് എക്സ് വൈ ഇസഡ് ആർ ഡിഫറെന്റ് എന്നായിരിക്കും. ഡിഫറെന്റ് എന്നുള്ളതിനാണ് നോട്ട് ഈക്വൽ. ഓക്കെ, and determinant x square 1 plus x cube, y square 1 plus y cube, and z square 1 plus z equal to 0. ഈ ഡിറ്റർമിന്റെ വാല്യൂ 0 ആകണമെന്നുണ്ടെങ്കിൽ the product of x y z means x y z is equal to dash. അപ്പൊ ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മുടെ ഡിറ്റർമിനന്റിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്ന് പറയുന്നത് വലിയ പ്രോപ്പർട്ടി ഒന്നുമല്ല സാധാരണ. നമുക്ക് ആദ്യം അപ്പൊ ഇതിന്റെ ഡിറ്റർമിന്റെ വാല്യൂ 0 ആകണമെങ്കിൽ x into y into z ന്റെ വാല്യൂ എത്രയായിരിക്കണം? ദാറ്റ് ഈസ് അവർ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ ഡിറ്റർമിൻ നമുക്ക് 2 ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ, അതാണ് പഠിക്കേണ്ടത്. ഈ ഡിറ്റർമിനെ നമ്മൾ 2 ആക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മൂന്നാമത്തെ കോളം നോക്കിക്കഴിഞ്ഞാൽ 2 ടേംസുകൾ വീതമുണ്ട് കേട്ടോ. 1 2 1 2 അല്ലെ. അത് വെച്ചുകൊണ്ട് 2 ആക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ ഇത് ഈ 1 1 1 ഫസ്റ്റിൽ കൊടുക്കും. ഓക്കെ, എക്സ് ക്യൂബ് വൈ ക്യൂബ് ഇസഡ് ക്യൂബ് സെക്കൻഡിലും കൊടുക്കും. മനസ്സിലായില്ല? അങ്ങനെ സ്പ്ലിറ്റ് അപ്പ് ആക്കിയാണ് 2 എടുത്തോട്ടെ. ഈ 2 പേർക്ക് ഇത് ഇവിടെയും കൊടുത്തു, അടുത്ത കോളം ഇവിടെയും കൊടുത്തു. ഇത് രണ്ടും 2 ഇടത്തും സെയിം ആയിട്ട് എഴുതണം. ദാറ്റ് മീൻസ് എക്സ് എക്സ് സ്ക്വയർ, വൈ വൈ സ്ക്വയർ, ഇസഡ് ഇസഡ് സ്ക്വയർ, എക്സ് എക്സ് സ്ക്വയർ, വൈ വൈ സ്ക്വയർ, ഇസഡ് ഇസഡ് സ്ക്വയർ. അപ്പൊ ഇങ്ങനെയൊക്കെ എഴുതുമ്പോൾ ഇത് മനസ്സിലാകത്തുള്ളൂ. വേറെ ഇത് കൂടെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഇത്രയും മനസ്സിലാകത്തില്ല. ഓക്കെ, ഇത് മനസ്സിലാക്കി എഴുതുന്നതാണ് പഠിക്കേണ്ടത്. ഒരു കാര്യം പ്രസന്റ് ചെയ്യുന്ന പോലെ ഇരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി ഇത് കണ്ടോ മോനെ, 1x x സ്ക്വയർ. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡിറ്റർമിനന്റ് ആണ് കേട്ടോ. വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡിറ്റർമിനന്റ് ആണ്. അതൊക്കെ നമുക്ക് രണ്ടാമത് പറയാം. ഓക്കെ, ഞാൻ ഒന്നുകൂടെ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതുവാണ്. എക്സ് എക്സ് സ്ക്വയർ 1, വൈ വൈ സ്ക്വയർ 1, ഇസഡ് ഇസഡ് സ്ക്വയർ 1 പ്ലസ്
നിങ്ങളെടുത്ത ഫസ്റ്റ് റോ നോക്കിക്കാൻ മോനെ എക്സ് എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് അല്ലെ, എല്ലാവരുടെ ഒരു എക്സ് ഇല്ലയോ, ഇത് എക്സ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു എക്സ്, ഇതെന്ന് പറയുന്നത് എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ്. അപ്പൊ ഈ ഫസ്റ്റ് റോയിൽ മൂന്നിടത്തും ഒരു എക്സ് എങ്കിലും ഉണ്ടല്ലോ, ഇവിടെ ഒരു എക്സ്, ഇവിടെ രണ്ടെണ്ണം ഉണ്ട്, ഇവിടെ മൂന്നെണ്ണം. ഒരു എക്സിനെ ഞാൻ ഫസ്റ്റ് റോയിൽ നിന്ന് എടുത്തു. ഓക്കെ, അപ്പൊ ഫസ്റ്റ് റോയിൽ ഉണ്ടാകുന്ന മാറ്റം നോക്കിക്കൊണ്ട് 1 ആവും. എക്സ് ബൈ എക്സ് 1, എക്സ് സ്ക്വയർ ബൈ എക്സ് എക്സ്, എക്സ് ക്യൂബ് ബൈ എക്സ് സ്ക്വയർ. ഓക്കെ, അതേപോലെ സെക്കൻഡ് നോക്കിക്കഴിഞ്ഞാൽ വൈ വൈ സ്ക്വയർ വൈ ക്യൂബ്, അവിടെ നിന്ന് ഒരു വൈ എടുക്കാം, അപ്പൊ ഓരോ വൈ കുറയും. 1 വൈ വൈ സ്ക്വയർ. ഓക്കെ, ഇവിടുന്ന് മൂന്നാമത്തെ റോയിൽ ഇസഡ് ഉണ്ട്, ഇസഡിനെ കോമൺ എടുത്ത 1 ഇസഡ് ഇസഡ് സ്ക്വയർ ഈക്വൽ 0. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടും സെയിം ആണ് കേട്ടോ. എക്സ് എക്സ് സ്ക്വയർ 1, വൈ വൈ സ്ക്വയർ 1 ഇസഡ്, ഇവരെ കറക്റ്റ് ആയിട്ട് ഓർഡറിലാണ് കിടക്കുന്നത്. ഇതിനും സെയിം ആൻസർ കേട്ടോ. 1 എക്സ് എക്സ് സ്ക്വയർ ഉണ്ടോ, 1 എക്സ് എക്സ് സ്ക്വയർ ഉണ്ടല്ലോ, 1 വൈ വൈ സ്ക്വയർ എല്ലാം കറക്റ്റ് ആയിട്ട് കിടക്കുകയാണ്. ഇതിനൊരു ഡിറ്റർമിനന്റ് വാല്യൂ ഉണ്ട്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ വാല്യൂ എക്സ് മൈനസ് വൈ ഇൻറ്റു വൈ മൈനസ് ഇസഡ് ഇൻറ്റു ഇസഡ് മൈനസ് എക്സ് എന്നാണ് കേട്ടോ. ഇതൊരു ഫോർമുല, ഈ ഡിറ്റർമിനന്റ് ഫോർമുല വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, മറന്നുപോകാതെ പഠിക്കണം. എക്സ് മൈനസ് വൈ വൈ മൈനസ് ഇസഡ് ഇസഡ് മൈനസ് എക്സ്. ഓക്കെ, പ്ലസ് ഇവിടെ അത് തന്നെയാണ് എക്സ് വൈ ഇസഡ് ഇൻറ്റു, ഇവിടെ അതുപോലെ തന്നെയാണ് കേട്ടോ. ഇതും രണ്ട് സെയിം ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എക്സ് മൈനസ് വൈ ഇൻറ്റു വൈ മൈനസ് ഇസഡ് ഇൻറ്റു ഇസഡ് മൈനസ് എക്സ് എന്നാണ് കേട്ടോ, ഈക്വൽ ടു 0. പക്ഷെ ഈ ടൈമിനോട് ഒരു എക്സ് വൈ ഇസഡ് ഉണ്ടെന്ന് മാത്രം, ഇതേ ഇൻറ്റു ഇത്. അപ്പൊ ഇത് രണ്ടും സെയിം ആണ്. അപ്പൊ ഇതിന്റെ വാല്യൂം സെയിം ആക്കി എഴുതണം കേട്ടല്ലോ. അപ്പൊ ഇവിടെ രണ്ടിടത്ത് നമുക്ക് മോനെ 1 2 3 1 2 3 ഇത് രണ്ടും 3 സെയിം അല്ലേ, 1 2 3 1 2, ഈ 3 ബ്രാക്കറ്റ് സെയിം ആകുമ്പോൾ നമുക്ക് അതിലേക്ക് കോമൺ എടുക്കാം. എക്സ് മൈനസ് വൈ ഇൻറ്റു വൈ മൈനസ് ഇസഡ് ഇൻറ്റു ഇസഡ് മൈനസ് എക്സിനെ നമുക്ക് എന്തെടുക്കാം മോനെ, കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് അത്രയും ടൈം കോമൺ വരുന്നതുകൊണ്ട് 1 എന്ന് എഴുതാം ബ്രാക്കറ്റിൽ. ഓക്കെ, 1 പ്ലസ് ഇവിടുന്ന് ഇത്രയും കോമൺ വന്നപ്പോൾ ഇവിടെ ബാക്കി ആരുണ്ട് മോനെ, എക്സ് വൈ ഇസഡ്. ഓക്കെ, ഈക്വൽ ടു ആരായി 0. That is നോക്കിയോണെ എക്സ് മൈനസ് വൈ ഇൻറ്റു വൈ മൈനസ് ഇസഡ് ഇൻറ്റു ഇസഡ് മൈനസ് എക്സ് ഇൻറ്റു 1 പ്ലസ് എക്സ് വൈ ഇസഡ് ഈക്വൽ 0. അവിടുന്ന് എല്ലാവരും നെക്സ്റ്റ് സ്റ്റെപ്പ് വളരെ ശ്രദ്ധിക്കണം. എക്സ് മൈനസ് വൈ ഒരിക്കലും 0 ആവത്തില്ല. അപ്പൊ ഇതേ ഇൻറ്റു ഇതേ ഈക്വൽ 0. ഈ 4 പേരുടെയും കൂടെ പ്രോഡക്റ്റ് 0 എന്നാണ് കിട്ടിയിരിക്കുന്നത് അല്ലെ. ഈ 4 പേരുടെയും കൂടെ പ്രോഡക്റ്റ് 0 എന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാളെങ്കിലും 0 ആവാതെ പ്രോഡക്റ്റ് 0 ആവത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചേ, 2 പേര് ഇൻറ്റു ചെയ്തപ്പോൾ 0 കിട്ടി എന്ന് പറഞ്ഞാൽ ഒരാളെങ്കിലും 0 ആവണ്ടേ. 2 × 3 ഒരിക്കലും 0 കിട്ടുമോ? കാരണം 2 ഉം 3 ഉം 0 അല്ല. പക്ഷെ 2 × 0 ആൻസർ എത്ര കിട്ടും? 0. ഇല്ലെങ്കിൽ 0 × 3 ആൻസർ എത്ര കിട്ടും? 0. അപ്പോൾ പ്രോഡക്റ്റിനുള്ളിൽ ഒരാളെങ്കിലും 0 ആയെങ്കിൽ ആൻസർ എന്ത് കിട്ടുള്ളൂ? 0 കിട്ടുള്ളൂ. ഈ 4 പേരുടെ പ്രോഡക്റ്റ് 0 കിട്ടിയെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഒരാളെങ്കിലും 0. ഇയാൾ ഒരിക്കലും 0 അല്ല മോനെ, ഇയാൾ ഒരിക്കലും 0 അല്ല, ഇയാൾ ഒരിക്കലും 0 അല്ല. ബിക്കോസ് എക്സ് വൈ ഇസഡ് ആർ ഡിഫറെന്റ്. അപ്പോൾ എക്സും വൈയും ഒക്കെ ഡിഫറെന്റ് ആണെങ്കിൽ എക്സ് മൈനസ് വൈ 0 ആവുമോ? ഇല്ല. നമുക്ക് എക്സും വൈയും സെയിം ആയിട്ടുള്ള നമ്പർ ആണെങ്കിൽ എക്സ് മൈനസ് വൈ എന്താവും? 0. അപ്പൊ എക്സിന്റെ 2 വൈക്കും 2 മൈനസ് 2 എന്തായി പോകും? 0. പക്ഷെ എക്സും വൈയും ഡിഫറെന്റ് ആയ സ്ഥിതിക്ക് എക്സിന്റെ വാല്യൂ 2 ആണെങ്കിൽ പിന്നെ വൈയുടെ വാല്യൂ വേറെ ഏതെങ്കിലും നമ്പർ ആയിരിക്കും. ഇപ്പൊ 3 നോക്കുക. അപ്പൊ 2 മൈനസ് 3 ഒരിക്കലും എന്താവില്ല? 0 ആവില്ല. അപ്പോൾ ഇവർ 3 പേരും എന്താവില്ല? 0. പിന്നെ അയാൾ മാത്രമേ ഇനി എന്താവത്തുള്ളൂ? 0. കാരണം പ്രോഡക്റ്റ് 0 ആയ സ്ഥിതിക്ക് ഒരാളെങ്കിലും 0 ആവണം. അപ്പൊ നമുക്ക് പറയാം therefore 1 plus xyz എന്തായി പോകും? 0. therefore xyz ഈക്വൽ +1 അപ്പുറം നമ്മൾ -1. ഓക്കെ, തീർന്നു കേട്ടോ. therefore xyz is equal to -1. ഇതാണ് ക്വസ്റ്റ്യൻ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ മാറ്റങ്ങളോടുകൂടിയുള്ള ക്വസ്റ്റ്യൻ പഠിക്കണം. അല്ലാതെ നമ്മൾ എളുപ്പമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിച്ചുകൊണ്ട് പോയാൽ എക്സാമിന് കാണില്ലത്. അപ്പോൾ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസുകൾ തിരഞ്ഞു പിടിച്ച് അതൊക്കെ പഠിച്ചെങ്കിലേ എക്സാമിന് കാണാൻ പറ്റുള്ളൂ, ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഗുഡ് ബൈ.